കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണം ജർമ്മനിയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രതി BMW കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. കടുത്ത ഇസ്ലാം വിമർശകനാണ് താലിബ് എന്നാണ് റിപ്പോർട്ടുകൾ. എക്സ് മുസ്ലിമായ ഇയാൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ അൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അഥവാ AFD അനുയായി കൂടിയാണ്. അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഫാക്ട് ചെക്കിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം വിരുദ്ധരുടെ ഒരു സംഭാഷണമാണ് ഇന്ന് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ ആ സംഭാഷണത്തിലേക്ക് കടക്കാം. സ്വീഡനിലെ മുസ്ലിം പോപ്പുലേഷൻ എടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് 2015 അവിടെ ഏറ്റവും കൂടുതൽ ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗൾഫ് മേഖലയിൽ സംഘർഷം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഐസിസ് ഭീകരന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ സംഘർഷങ്ങൾ കൊണ്ട്, ഈ മതം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത പ്രദേശങ്ങളിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് ഓടിപ്പോകുന്ന ഒരു ജനമാണ്. അവർക്ക് അഭയം കൊടുത്ത പ്രദേശങ്ങളിൽ പെട്ടതാണ് ഈ യൂറോപ്പിന്റെ പല രാജ്യങ്ങളും, സ്വീഡനൊക്കെ പ്രധാനമായിട്ടും. ഇനി അവിടെ നോക്കൂ, സ്വീഡനിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു സ്വീഡനിലെ ഇസ്ലാമിസ്റ്റുകളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു, അവിടത്തേക്ക് ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള മൈഗ്രേഷൻ നടക്കുന്നു എന്നൊക്കെയുള്ള ഇൻഫർമേഷന്റെ പുറത്ത് അതിനെ പ്രതിരോധിക്കാൻ ഇസ്ലാമൈസേഷന് വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ പോലെ തന്നെ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു ശക്തി സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഇവിടുത്തെ RSS വലതുപക്ഷം എവിടെ ഉണ്ടായാലും ഉണ്ടാവും. അപ്പോൾ ഇസ്ലാമൈസേഷന് വേണ്ടി ശ്രമിക്കുന്നു, ഇവിടെ RSS ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ട് അവിടെ വലതുപക്ഷം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ, മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു, അവരൊക്കെ കൂടി എന്ത് ചെയ്യുന്നു, നേരെ യൂറോപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന് പറയുന്ന കാര്യം. അതെ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് നേരെ യൂറോപ്പിലേക്ക് പോവുകയാണ്. പ്രശ്നം ഉണ്ടാകുമ്പോൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോവാതെ യൂറോപ്പിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടെ ഒരു പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ ഇസ്ലാമിനെ നടപ്പാക്കി കളയാം എന്നുള്ള രീതിയിലാണ് ഇവർ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഡാറ്റ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നുള്ളതാണ്. അതെ, ഡാറ്റ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു. അതായത് യൂറോപ്പിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് മുസ്ലിം മൈഗ്രേഷൻ, അതന്നെ വേണമെന്നല്ലോ, മുസ്ലിം മൈഗ്രേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ യൂറോപ്പിലേക്ക് പോകുന്ന അതേ എണ്ണമാണ് യഥാർത്ഥത്തിൽ എവിടേക്കുള്ളത്, മെനയിലേക്കുള്ളത്. അതായത് മിഡിൽ ഈസ്റ്റിലേക്കും അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കയിലേക്കുള്ള ആ ഒരു പ്രദേശത്തേക്കുള്ള മൈഗ്രേഷനും അതേപോലെ തന്നെ യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷനും ഏകദേശം ഒരേ എണ്ണമാണ് എന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ സിറിയയായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായിട്ട് പോയിട്ടുള്ളത് തൊട്ടടുത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള തുർക്കിയിലേക്കാണ്. തുർക്കിയിൽ 35 ലക്ഷത്തോളം ആളുകൾ, സിറിയയിലുള്ള ആളുകൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സിറിയയിൽ കുറച്ചുകൂടി ഒരു സമാധാനപരമായി ജീവിക്കാൻ പറ്റുമെന്ന ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും അവരെല്ലാവരും തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ നുണയൊക്കെ ചില ലൈവായിട്ട് നമ്മൾ പൊളിയുന്നത് കാണുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ, കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, മുസ്ലിങ്ങളാണ്. അതെ, നേരെ കുടിയേറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ മൈഗ്രേഷൻ, അത് മുസ്ലിങ്ങൾ എല്ലാവരും അവരെ രാജ്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് വേറെടുത്തേക്കൊക്കെ പോകുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നതാണ് ഇവരുണ്ടാക്കുന്ന ഒരു ബൈനറി എന്നാണ് തോന്നുന്നത്. അതെ, കുടിയേറ്റം എപ്പോൾ സംസാരിക്കുമ്പോൾ അതൊരു ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി അതും കുടിയേറ്റവും, അത് ഒരേ ലൈനിൽ സംസാരിച്ച് അതെല്ലാം കുടിയേറ്റം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇതിലും നമുക്ക് യഥാർത്ഥത്തിൽ ഡാറ്റ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് പരിശോധിക്കാനുള്ളത്. പ്യൂ റിസർച്ചിന്റെ ദ റിലീജിയസ് കോമ്പോസിഷൻ ഓഫ് ദ വേൾഡ്സ് മൈഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പഠനം കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഗ്ലോബലി ക്രിസ്ത്യൻസ് ആർ ദ ലാർജസ്റ്റ് മൈഗ്രന്റ് ഗ്രൂപ്പ്സ്. ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യൻസ് ഏകദേശം 47% ആണ്, മുസ്ലിംസ് 29%. അതായത് കുടിയേറ്റത്തിന്റെ പകുതിയും ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളതാണ്. ആൾമോസ്റ്റ് പകുതിയും ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായി നില. ഇപ്പോൾ കുടിയേറ്റം എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന ഒരു കാര്യത്തെ ഇവിടെ വളരെ ക്ലിയറായിട്ട് എന്ത് ചെയ്യാണ്, ചോദ്യം ചെയ്യാണ്. മാത്രമല്ല അതിൻ്റെ വിശദീകരണങ്ങളിൽ നമ്മൾ നോക്കണമെങ്കിൽ, ക്രിസ്ത്യൻസ് മേക്ക് അപ്പ് ദ മച്ച് ലാർജർ ഷെയർ ഓഫ് മൈഗ്രൻസ്, ഏകദേശം 47% ദാൻ ദേ ഡു ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. വേൾഡ്സ് പോപ്പുലേഷനിൽ 30% ക്രിസ്ത്യൻസ് ഉള്ളത്, 30% വേൾഡ്സ് പോപ്പുലേഷൻ. അവരെന്ത് ചെയ്യുന്നു, 47% മൈഗ്രേഷൻ നടത്തുന്നു. ഏറ്റവും പ്രധാനമായിട്ട് മെക്സിക്കോ ടു US. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ ക്രിസ്ത്യൻസ് ആണ് കൂടുതലുള്ളത്, അതുകൊണ്ട് അവർ നടത്തുന്ന. പക്ഷെ ഈ കണക്ക് സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല, അതിനേക്കാൾ ഒരുപാട് അധികമാണ്. 30% ക്രിസ്ത്യൻസ്, 47% കുടിയേറ്റം നടത്തുന്നു. എന്നാൽ ഇനി മുസ്ലിംസിലേക്ക് വരാം. മുസ്ലിംസ് അക്കൗണ്ട് ഫോർ എ സ്ലൈറ്റ്ലി ലാർജർ ഷെയർ, കുറച്ചും കൂടി ഉണ്ട് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിനെ അല്ല, മറിച്ച് അവരുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ, അതായത് മൈഗ്രൻസ് 29% ആണ് നേരത്തെ പറഞ്ഞു, ദാൻ ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ 25%. എന്ന് വെച്ചാൽ മുസ്ലിംസ് 25% ആണ് വേൾഡ് ഷെയർ, അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 25% വരുന്ന മുസ്ലിംസ് 29% എന്ത് ചെയ്യുന്നു,
മൈഗ്രേഷൻ നടത്തുന്നു. 30% വരുന്ന ക്രിസ്ത്യൻസ് 47% മൈഗ്രേഷൻ നടത്തുന്നു. അതായത് പോപ്പുലേഷൻ വെച്ചിട്ട് ഇത് പറയാൻ പറ്റില്ല. പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ആ ഒരു പെർസെൻറ്റേജിന്റെ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4% Yes. ഒരു 4% ആണ് ആ ഈ മൈഗ്രൻസിലുള്ള പെർസെൻറ്റേജ് Yes. ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണുന്നത്. എന്നാൽ ക്രിസ്ത്യൻസിന്റെ കേസിൽ 17% Yes. അധികം ഉണ്ട് എന്നുള്ളതാണ്. Yes. അപ്പം പോപ്പുലേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഒരുപാട് അധികമാണ് അവരുടെ ഒരു മൈഗ്രേഷൻ റേറ്റ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന്, കൃത്യമായിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഇതിൽ പിന്നെ പറയുമ്പോൾ ചിലപ്പോൾ വിശപ്പുണ്ടാവും ഇവർ ഈ പറയുന്ന ആളുകൾക്ക്. ഇതേ കണക്കിൽ തന്നെ ഉള്ളതാണ് 1 in 5 Jews live outside their country of birth. ജൂതന്മാരിൽ 5-ൽ 1 ജൂതൻ എന്ത് ചെയ്യാണ്, സ്വന്തം ജനിച്ച രാജ്യത്തിന് പുറത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും അവർക്ക് ഒരു മതരാജ്യമൊക്കെ ഉണ്ടാക്കി എല്ലാവരും സ്വന്തം രാജ്യത്തൊക്കെ വിട്ട് ഇവർ ഈ പറയുന്ന രാജ്യസ്നേഹം അതൊക്കെ മാറ്റി വെച്ചിട്ട് മതത്തോടുള്ള സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം, ആ രൂപത്തിൽ ഇസ്രായേലിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അതൊക്കെ ഉള്ളതുകൊണ്ട് 5 ജൂതന്മാരെടുത്തൊക്കെ അതിൽ ഒരാൾ എന്താണ്, അവർ ജനിച്ച രാജ്യത്തിന് പുറത്താണ് ജീവിക്കുന്നത്. വെച്ചാൽ അത്രത്തോളം കുടിയേറ്റമാണ് ജൂതന്മാരെ. പക്ഷെ അവർക്ക് എണ്ണം കുറവായതുകൊണ്ട്, ജൂതന്മാരുടെ എണ്ണം കുറവായതുകൊണ്ട് ആ പെർസെൻറ്റേജ് ഒബ്വിയസ്ലി കുറവായിരിക്കും. പക്ഷേ അതാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് ഒരു വലിയൊരു അപരാധമാണെന്നല്ല നമ്മൾ പറയുന്നത്. ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജൂസും ക്രിസ്ത്യൻസൊക്കെ ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നു, ഇതെന്തോ അവരെന്തോ ഒരു പ്രശ്നമാണെന്നല്ല. വെറുപ്പുൽപ്പാദിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പറയാം. കണ്ടോ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, സ്വന്തം രാജ്യത്തിന് മാറ്റി വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ വേണം പറയാം, വെറുപ്പുൽപ്പാദനമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇറ്റ് ഈസ് ഒരു സ്വാഭാവികതയാണ്, പ്രോസസ്സാണ്, മനുഷ്യ ചരിത്രത്തിന്റെ ഒരു സ്വാഭാവികതയാണ്. മനുഷ്യന് ഒരു സ്ഥലത്തും ഒരു കാലത്തും കാലാകാലം അങ്ങനെ ജീവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ തന്നെ ജീവിക്കേണ്ടുമായിരുന്നു. അതായത് നമ്മുടെ ഒരു സാധാരണഗതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ആഫ്രിക്കയിൽ തന്നെ ജീവിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് മൈഗ്രേഷൻ നടത്തിയിട്ടാണ് മനുഷ്യ ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിലേക്കുള്ള റൂട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആര്യൻ ഇൻവേഷനും മറ്റു കാര്യങ്ങൾ പലതും കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്മാരുള്ളത്. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ചില സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ മുസ്ലിംസ് മൈഗ്രേറ്റ് ചെയ്യുന്നു, മുസ്ലിംസാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, മുസ്ലിംസ് മൈഗ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര അപരാധമാണ് എന്ന രൂപത്തിൽ പറയുന്നതിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൽ വേറെ ചില ആളുകൾ, വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ആളുകൾ പല രൂപത്തിലാണല്ലോ ഈ സാധനം ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ മൈഗ്രൻസ് ആയ ആളുകൾ അവരെന്ത് ചെയ്യുന്നു, അവരിൽ ക്രൈം റേറ്റ് കൂടുതലാണ്. അപ്പോൾ എന്താ ഇവർ ഉണ്ടാക്കുന്നത് വെച്ചാൽ യൂറോപ്പ് വളരെ ശാന്തമായ ഒരു പ്രദേശം, അവിടേക്ക് കുറേ മൈഗ്രൻസ് വരുന്നു. ആ മൈഗ്രൻസ് ആണെങ്കിൽ മുസ്ലിംസ് ആണ്. അപ്പോൾ മൈഗ്രൻസിൽ ക്രൈം റേറ്റ് കൂടുതലാണ്, മുസ്ലിംസിൽ ക്രൈം റേറ്റ് കൂടുതലാണ്. വളരെ സിമ്പിളായ ഒരു ഇക്വേഷൻ ആയിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇവിടെ വെറുപ്പുൽപ്പാദിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ, ഇവിടെ വിട്ടാൽ പോയാലും പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്യും. ഇതിലുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന്, മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, അതിൽ പിന്നെ പകുതിയോളം ക്രിസ്ത്യൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. വേൾഡ് ആവറേജ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രൻസിൽ പകുതിയോളം പകുതിയോളം ക്രിസ്ത്യൻസ് ആണ്. മുസ്ലിംസ് വരുന്നത് ഒരു 29% മാത്രമാണ്. അതായത് ബാക്കി 71% മുസ്ലിം അല്ലാത്ത ആളുകളാണ് മൈഗ്രൻസിൽ ബഹുഭൂരിഭാഗം പേരും മുസ്ലിങ്ങളല്ലാത്തവരാണ് എന്നുള്ളത് ഒരു ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൈഗ്രൻസിൻ്റെ ഇടയിൽ ഈ ക്രൈം റേറ്റ് കൂടുതലാണ് എന്നുള്ള പറഞ്ഞ ഡാറ്റയും അത് ഈ വെറും 30% വരുന്ന മുസ്ലിങ്ങളുടെ തലയിലാണ് കെട്ടിവെക്കാൻ നോക്കുന്നത്. അതിലുള്ളൊരു പ്രോബ്ലം. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രൻസിൻ്റെ ഇടയിൽ ഇപ്പം ക്രൈം റേറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും, അതായത് ഈ പറയുന്ന ഇപ്പം 71% ഉള്ള മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ 47% ഉള്ള ക്രിസ്ത്യൻസും 29% ഉള്ള മുസ്ലിംസ് അടക്കം ഈ മൈഗ്രൻസിൻ്റെ ഇടയിൽ ക്രൈം റേറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും അത് നമുക്കൊരു കോസിന് മാത്രം അത് പറയാൻ കഴിയില്ല. ഇന്ന കാരണം കൊണ്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു വിഷയത്തെ വിലയിരുത്തുമ്പോൾ അതിനെല്ലാം ഒറ്റ കാരണത്തിൽ വെക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മൈഗ്രൻസിൻ്റെ ഇടയിൽ ക്രൈം റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരെ അതിൽ 30% വരുന്ന മുസ്ലിങ്ങളുടെ തലയിലാണ് എന്നല്ല. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അർത്ഥം മൈഗ്രൻസ് ആവുക എന്നുള്ളത് ക്രൈം റേറ്റ് കോസ് ചെയ്യുന്നു എന്നുമല്ല അർത്ഥം. അവിടെ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഫാൾസ് കോസ് അട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാലസി എന്ന് പറയുക, അല്ലെങ്കിൽ കോസൽ ഫാലസി എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അന്വേഷിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പോവർട്ടി എന്നുള്ളത് ഈ ക്രൈം റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഘടകമാണ്. എക്കണോമിക് ഫാക്ടർ, ഒരാളുടെ എക്കണോമിക് സ്റ്റാറ്റസ് ക്രൈം റേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ മൈഗ്രൻസ് ആയി വരുന്ന ആളുകൾ ഒന്നെങ്കിൽ എക്കണോമിക് മൈഗ്രൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ റെഫ്യൂജീസ് ആയിരിക്കും. അപ്പോൾ രണ്ടായാലും അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈം റേറ്റുമായിട്ട് മറ്റു നിലക്ക് ബന്ധപ്പെട്ട സംഗതികൾ അവിടെ വരുന്നുണ്ട്. അപ്പം ആ ഡാറ്റ, ആ വിഷയം, ആ ഘടകങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇതിനെല്ലാം ഈ മൈഗ്രേഷൻ എന്നുള്ളൊരു ഘടകത്തിലേക്ക് മാത്രം
കൂട്ടി വായ്പ. അതിൽ തന്നെ ആ. 30% മാത്രം അതെ, അതെ. മുസ്ലിംസിലേക്ക് ഇട്ടു. അതെ, 71% വരുന്ന മറ്റുള്ളവരൊക്കെ ഒഴിവാക്കിയിട്ട് 30% മാത്രം വരുന്ന മുസ്ലിങ്ങളുടെ തലയിലിട്ട്. അല്ല, ഇതിൽ വേണമെങ്കിൽ ഇവർ ഇങ്ങനെ പറയും, എന്നാലും യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ ചിലപ്പം അങ്ങനെ ആയിരിക്കില്ലല്ലോ, ചിലപ്പം മുസ്ലിങ്ങളായിരിക്കുമല്ലോ കൂടുതൽ എന്നുള്ളത്. അവിടെ പോലും നമുക്ക് കണക്കുകൾ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ യുക്രൈനിൽ നിന്നുള്ള മൈഗ്രേഷൻ ആണെന്നുള്ളതാണ്. പിന്നെ മൊറോക്കോ, ചൈന, ബെലാറസ്, US, റഷ്യ, ഇന്ത്യ, തുർക്കി, ബ്രസീൽ, സിറിയ. അപ്പോൾ ഈ സിറിയ പിന്നെ ഈ ആഭ്യന്തര യുദ്ധകാലത്ത് ഇതുണ്ട്, ഒരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പോലും അത് യുക്രൈൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഒന്ന്, മൊത്തത്തിലുള്ള മൈഗ്രേഷൻ ആകെ 29% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. യൂറോപ്പിലേക്കുള്ള മൈഗ്രേഷൻ പോലും മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള മൈഗ്രേഷൻ യൂറോപ്പിലേക്കടക്കമുണ്ട്. അതിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ക്രൈം റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അവർ മുസ്ലിം ആയതുകൊണ്ട് എന്ന രൂപത്തിലല്ല, മറിച്ച് പല കാരണം ഈവൻ മൈഗ്രൻസ് ആയതുകൊണ്ട് ഒന്നും അറിയില്ല. എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, അതിനെ സ്വാധീനിക്കുന്ന ഈ സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും. കാരണം ഇതൊക്കെ ക്രൈം റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാം, എക്കണോമിക് ഫാക്ടേഴ്സ് പ്രത്യേകിച്ചും. മാത്രമല്ല ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഒന്ന് മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ചാൽ പോലും മതി. ഇപ്പൊ ഡൽഹിയിലേക്കൊക്കെ പോയ പല ആളുകളും നേരിട്ട് കണ്ട പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. മറ്റ് രോഹിംഗ്യൻ ആ ഭാഗത്തു നിന്നൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, അവര് താമസിക്കുന്ന ചേരികളിലേക്കൊക്കെ, അവിടെയൊക്കെ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യനായി ജീവിക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് പല ആളുകളും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുമ്പം പിന്നെ എന്താ പറയുക, നല്ല റോസാപുഷ്പങ്ങളെ പോലെയുള്ള ആളുകളെ എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. കാരണം അവർ ഒന്നാമത് വെച്ചാൽ ഇങ്ങനെ പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ജനിക്കുന്നത് തന്നെ ബോംബിനെയും പിന്നെ പീരങ്കിയെയും മിസൈലുകളെയും കണ്ടുകൊണ്ട് ജനിക്കുക, എന്നിട്ട് സ്വന്തം ജനിച്ച രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ മാസങ്ങളോളം അലഞ്ഞു തിരിയുക, എവിടേക്കെങ്കിലുമൊക്കെ പോവുക, അതേപോലെ തന്നെ കടൽ കടക്കാൻ നോക്കുക, അത് തന്നെ കൃത്യമായൊരു ഫെസിലിറ്റീസ് ഇല്ലാതെ, അങ്ങനെ ആ നിലക്കുള്ളൊരു ജീവിത സാഹചര്യങ്ങളിലൂടെ വരുന്ന ആളുകൾ, അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാവും, പലതരത്തിലുള്ള പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് എക്കണോമിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പോവേർട്ടി പോലുള്ള വിഷയങ്ങൾ ഉണ്ടാവും, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ വിഷയം ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഘടകമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്രൈം റേറ്റ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ മോറലി നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അത് പിന്നെ ഇപ്പോൾ ക്രൈം, ഇപ്പോൾ ഒരു ക്രൈം ഒരു ഒരു ലീഗലായിട്ട് ഒരു വിഷയം, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, നമ്മൾ അത് ആ കറക്റ്റ് രീതിയിലല്ലാതെ ചെയ്താൽ ഒരുപക്ഷെ അത് ക്രൈമായിട്ടായിരിക്കും മനസ്സിലാക്കപ്പെടുക. പക്ഷെ അത് വിദ്യാഭ്യാസം ഇല്ലാത്ത, അറിവില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ പരിചയമില്ലാത്ത, ആ സംസ്കാരം അല്ലെങ്കിൽ ആ രാജ്യത്തിന് നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ക്രൈമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ക്രൈം റേറ്റ് നിർണ്ണയിക്കുന്നതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ അവഗണിച്ചിട്ട് അതും അതിൽപ്പെട്ട ന്യൂനപക്ഷമായിട്ടുള്ള, അതായത് അഭയാർത്ഥികളുടെ ഇടയിൽ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിമുകളുടെ തലയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയാനുള്ളതെന്ന് വെച്ചാൽ, നുണകൾ പറയാം, പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് ഓടേണ്ടി വന്ന ഒരു വിഭാഗവും മനുഷ്യരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവരെ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, അല്ലെ? ഈ യൂറോപ്യന്മാരും ഈ അമേരിക്കയും ഇതുപോലെയുള്ള ലോകശക്തികളാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ മൊത്തം അസ്ഥിരമാക്കിയിട്ടുള്ളത്. അവിടെ അവർക്ക് സ്വന്തം രാജ്യത്ത് ജീവിക്കാനുള്ള അവസരം ഇല്ലാതാക്കുകയും അവിടെ മുഴുവൻ കുട്ടിച്ചോറാക്കുകയും ചെയ്യുക. എന്നിട്ട് അവർ വരുന്നിടത്ത് അവർ മൊത്തം പ്രശ്നക്കാരാണ് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയും ചെയ്യുക. എന്നിട്ട് അവർ മാത്രമല്ല, മൊത്തം മുസ്ലിങ്ങൾ, എന്നിട്ട് അവരിൽപ്പെട്ട ന്യൂനപക്ഷമായിട്ടുള്ള, അതായത് അഭയാർത്ഥികളുടെ ഇടയിൽ ന്യൂനപക്ഷമാണ് മുസ്ലിംസാണ് മൊത്തത്തിൽ. ഇതിന്റെ എല്ലാത്തിൻ്റെ പ്രശ്നം എന്താ, ഒരു ഹുലാസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മുസ്ലിങ്ങൾ എവിടെ പോയാലും പ്രശ്നക്കാരാണ്. അപ്പോൾ ഇത്രയും ഒരു യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാൻ. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, കണ്ടോ മുസ്ലിങ്ങൾ, എൻ്റെ അയൽവാസി, അല്ല എൻ്റെ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇവർ ഒരു അവസരം കിട്ടിയാൽ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരാണ് എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതുപോലെയുള്ള കൂടുതൽ ഫാക്ട് ചെക്ക് വീഡിയോകൾ ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇത് നിരന്തരമായി ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വീഡിയോസ് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.